ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരെ ഈ അവസരത്തിൽ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയല്ല. പുലർച്ചെ 4 മണിക്കാണ് വഖഫ് ബില്ലിനെതിരായി ശ്രീമതി സോണിയാഗാന്ധി വോട്ട് ചെയ്തത്. തന്റെ അസുഖം പോലും വകവെക്കാതെ പുലർച്ചെ 4 മണി വരെ കാത്തുനിന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കൾ, അവരുടെ മതപരമായ അവകാശങ്ങൾ അത് നിഷേധിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുമ്പോൾ അവിടെ വോട്ട് പ്രശ്നമല്ല, അവിടെ തെരഞ്ഞെടുപ്പിലെ ജയം പ്രശ്നമല്ല, നീതിയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീമതി സോണിയാഗാന്ധി പുലർച്ചെ 4 മണിക്ക് വോട്ട് ചെയ്തത്. പുലർച്ചെ 3 മണിക്കാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത്. ആ രാഹുൽ ഗാന്ധിയെ, ശ്രീമതി സോണിയാഗാന്ധിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. രാഘവേട്ടൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി തകർന്നു പോകുമെന്ന് പറഞ്ഞില്ലേ? 232 വോട്ട് കിട്ടി അല്ലേ? വഖഫ് ബില്ല് കൊണ്ടുവന്നാൽ അങ്ങ് തകർന്നു പോകും. എത്രയാ BJP കിട്ടിയത്? എത്ര? ഇന്ത്യക്ക് 288, കേവലം 56 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ 56 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് വഖഫ് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയത്. ഉറപ്പിച്ചോ, അതിവിദൂരമല്ലാത്ത കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.